ഇന്ന് A+ ട്യൂഷൻ സെന്ററിന്റെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സൗണ്ട് വേവ്, ശബ്ദ തരംഗം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ചാപ്റ്ററിന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നേരെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കുക, child A is in the room of length 18 meter and another child B is in the room of length 5 meter. Both of them need a loud sound in their respective room. Who will hear the echo? എന്താണ് ക്വസ്റ്റ്യൻ? ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ് എ എന്ന് പറയുന്ന ഒരു കുട്ടി ദാ ഒരു റൂമിലുണ്ട്. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന കുട്ടി. ഇനിയോ ബി എന്ന് പറയുന്ന കുട്ടി മറ്റൊരു റൂമിലുണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന കുട്ടിയുടെ റൂമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 മീറ്റർ ആണ്. ബി എന്ന് പറയുന്ന കുട്ടിയുടെ റൂമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇവര് രണ്ടുപേരും ഈ മുറിയിൽ നിന്നും ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് കുട്ടിക്കായിരിക്കും എക്കോ കേൾക്കാൻ വേണ്ടി പറ്റുക? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? നോക്കടാ, നമുക്കറിയാം എക്കോ ഉണ്ടാകാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കുന്ന ആളും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിൽ മിനിമം 17.5 മീറ്റർ ദൂരം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നോക്ക്, ഇവിടെ എ എന്ന് പറയുന്ന കുട്ടിക്ക് ആ കുട്ടിയും അതുപോലെ തന്നെ അതിന്റെ ഒരു വാളും തമ്മിൽ, ആ റൂമിന്റെ ഭിത്തിയും തമ്മിൽ, ആ റൂമിന്റെ ലെങ്ത് എത്രയാണ്? 18 മീറ്റർ ആണ്. എന്നാൽ ബിയില് വെറും 5 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് കുട്ടിക്കായിരിക്കും എക്കോ കേൾക്കാൻ വേണ്ടി പറ്റുക? എ എന്ന് പറയുന്ന കുട്ടിക്കായിരിക്കും എക്കോ കേൾക്കാൻ വേണ്ടി പറ്റുക. കാരണം അതല്ലേ 17.5 കഴിഞ്ഞാൽ കൂടുതലുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. An oscillating pendulum bob takes 0.4 seconds to move from A to B as shown in the diagram. Distance from the A to B is 18 centimeter. ഫിഗർ നോക്കാം നമുക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പെൻഡുലം. ഇതില് എയിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം ദ എ ടു ബി ഈസ് 18 സെന്റിമീറ്റർ. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടടാ. ഇറ്റ് ടേക്സ് 0.4 സെക്കൻഡ് ടു മൂവ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എത്രയാണ്? 0.4 സെക്കൻഡ്. ഓക്കെ, എയിൽ നിന്നും ബിയിലേക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.4 സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഇതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് ആംപ്ലിറ്റ്യൂഡ് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ. അല്ലെ, ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാ, ആയതി എന്ന് പറയാ. തുലന സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള പരമാവധി അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആയതി എന്ന് പറയാ. നോക്കടാ, എയിൽ നിന്നും ബിയിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. അപ്പം ഈ തുലന സ്ഥാനത്ത് നിന്നും ബിയിലേക്ക് അല്ലെങ്കിൽ തുലന സ്ഥാനത്ത് നിന്ന് എയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? ഈ 18ന്റെ പകുതി, 18 ഹരിക്കണം 2, അത് എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആയതി, ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്ക് കിട്ടി, 9 സെന്റിമീറ്റർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആയതിന്റെ യൂണിറ്റ് എന്താണ്? ആയതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നു. യൂണിറ്റ് മീറ്റർ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? സെന്റിമീറ്റർ. അപ്പൊ ഉത്തരം ഒന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യാം? 9 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 0.09 മീറ്റർ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0.09 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? ഓക്കെ, ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും എന്നാ ചോദിക്കുന്നത്. എപ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാകുക? ഒരു ഓസിലേഷൻ പൂർത്തിയാകുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ, നോക്കുക, ഈ എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിച്ച് വീണ്ടും അത് തിരിച്ച് എയിൽ എത്തുമ്പോൾ മാത്രമേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അല്ലെ, ഒരു ദോലനം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ എയിൽ നിന്നും തുടങ്ങി ബിയിലേക്ക് എത്തി വീണ്ടും അത് എവിടെ തന്നെ എത്തണം? എയിലേക്ക് തന്നെ തിരിച്ചെത്തണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക, ഒരു ദോലനം കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റുക.
നോക്കുക, എയിൽ നിന്നും ബിയിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.4 സെക്കൻഡ് ആണ്. അപ്പൊ ബിയിൽ നിന്നും എയിലേക്കും എത്ര തന്നെ സമയമായിരിക്കും എടുക്കുക? 0.4 സെക്കൻഡ്. ഓക്കെ, അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് പോയി തിരിച്ച് വീണ്ടും എയിലേക്ക് എത്താൻ വേണ്ടി എത്ര സമയം എടുക്കും? 0.4 സെക്കൻഡ് പോകാൻ വേണ്ടി പ്ലസ് തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് വരാൻ 0.4 സെക്കൻഡ്. എത്രയാണ്? 0.8 സെക്കൻഡ്. ഓക്കെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ദോലനം പൂർത്തിയാക്കാൻ വേണ്ടി ഈ ഒരു പെൻഡുലം 0.8 സെക്കൻഡ് എടുക്കും. ഇത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? ആവൃത്തി കണ്ടുപിടിക്കുക. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താടാ? ആവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് അല്ലെ? ഒരു സെക്കൻഡിൽ ഉണ്ടായ ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആവൃത്തി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം F is equal to 1 by T അല്ലെ? F is equal to 1 by T. T എന്ന് പറഞ്ഞാൽ പീരിയഡ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെൻഡുലത്തിന്റെ പീരിയഡ് എത്രയാണ്? എന്താണ് പീരിയഡ് എന്ന് പറഞ്ഞാല്? പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. അതല്ലേ നമ്മളിവിടെ ബി ക്വസ്റ്റ്യന്റെ ഉത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞത് 0.8 സെക്കൻഡ് എന്ന്. 0.8 സെക്കൻഡ് ആണ് അതിന്റെ പീരിയഡ്. അപ്പൊ നമുക്ക് ആവൃത്തി എത്ര കിട്ടും? F is equal to 1 by 0.8. ഓക്കെ, 1 by 0.8. ഇതെങ്ങനെ ചെയ്യാം? 1 into 10 divided by 0.8 into 10. Okay, 1 into 10 divided by 0.8 into 10. Okay, F is equal to 1 by T. It is equal to 1 by 0.8. 1 into 10 divided by 0.8 into 10. എത്ര വരും? 10 divided by 8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1.25. ആവർത്തിന്റെ യൂണിറ്റ് എത്രയാണ്? ഏതാണ്? ഹെഡ്സ്. ഓക്കെ, 1.25 ഹെഡ്സ് ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The state of vibration of the particle of the wave at a particular instant is depicted. നമുക്കൊരു വേവിന്റെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വേവിന്റെ ഫിഗർ എന്ന് പറഞ്ഞാല് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ അല്ലെ? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വസ്തുക്കുള്ള പരമാവധി ദൂരം. നോക്കുക, ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഒരു വേവിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള, ഒന്നെങ്കിലും മുകളിലോട്ടേക്കാവാം അല്ലെങ്കിൽ താഴോട്ടേക്കും എടുക്കാം. എങ്ങോട്ടേക്ക് എടുത്താലും എത്ര തന്നെയാണ്? 0.2. ഇവിടെ മൈനസ് ഉണ്ട്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? 0.2. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എത്രയെന്ന് കിട്ടി? ആംപ്ലിറ്റ്യൂഡ് എന്റെ ഉത്തരം നമുക്ക് കിട്ടി 0.2 മീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If it takes 3 seconds to travel from O to A, find the frequency of the wave. Okay, ഓയിൽ നിന്നും എയിലേക്ക് നോക്കടാ, ഓയിൽ നിന്നും ഈ എയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി 3 സെക്കൻഡ് എടുക്കുകയാണ്. ഓക്കെ, 3 സെക്കൻഡ് എടുക്കുകയാണ്. ഓയിൽ നിന്നും എയിലേക്ക് എത്താൻ വേണ്ടി എത്ര സെക്കൻഡ് ടൈമാണ് എടുക്കുന്നത്? 3 സെക്കൻഡ് ടൈം ആണ് എടുക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി, ആവൃത്തിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? F is equal to N divided by T. അറിയില്ലേ? F is equal to N divided by T. N എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻ, T എന്ന് പറഞ്ഞാല് ടൈം ടേക്കൺ. നോക്കടാ, ഇവിടെ ഓയിൽ നിന്നും എയിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് അല്ലെ? ആ 3 സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻ ആണ് ഉണ്ടായത്? 1 ഓസിലേഷൻ, 2, 3 ഓസിലേഷൻ. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നതും 3 ആണ്, ടൈമും 3 ആണ്. അപ്പൊ N by T is equal to എത്ര വരും? 3/3 equal to 1 ഹെഡ്സ്. ഫ്രീക്വൻസി നമുക്ക് കിട്ടി 1 ഹെഡ്സ്. ഓക്കെ, ഫ്രീക്വൻസി is equal to 1 ഹെഡ്സ്. അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ഓക്കെ, ഈ തരംഗത്തിന്റെ പീരീഡ് എത്രയെന്ന് കണക്കാക്കുക. ഓക്കെ, എഫ് നമുക്ക് കിട്ടി എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 1 ഹെഡ്സ്. പീരീഡ് കണ്ടുപിടിച്ചൂടെ? എഫ് ഈസ് ഈക്വൽ ടു 1/t. എഫ് ഈസ് ഈക്വൽ ടു 1/t എന്ന് നമുക്കറിയാം. അപ്പം എഫ് 1 ആണെങ്കിൽ ടി എത്രയായിരിക്കും? ടിയും 1 തന്നെയായിരിക്കും. നോക്കുക, എഫ് ഈസ് ഈക്വൽ ടു 1/t, ടി ഈസ് ഈക്വൽ ടു 1/f. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. അങ്ങനെയാണെങ്കിൽ എഫ് 1 ആണെങ്കിൽ ഈ എഫ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ടി എത്രയായിരിക്കും? ടിയും 1/1 തന്നെയായിരിക്കും. അതാണ് 1. ഓക്കെ, അങ്ങനെ നമുക്ക് പീരീഡും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. A wave travels from A to B in 1 second is depicted below. A മുതൽ B വരെ ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് 1 സെക്കൻഡ് എടുക്കുന്നു. A മുതൽ B വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ? വേവ് കാണിക്കാം. ഇതാണ് നമ്മുടെ വേവ്. ഓക്കെ, ഇത് ഏത് വേവ് ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണോ അതോ ട്രാൻസ്വേഴ്സ് വേവ് ആണോ? ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്. അതായത് അനുപ്രസ്ഥ തരംഗമാണോ അനുദൈർഘ്യ തരംഗമാണോ? അനുപ്രസ്ഥ തരംഗം, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ 1ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗം. 2ാമത്തത്, ഹൗ ഡസ് ദ സ്പീഡ് ഓഫ് വേവ് ബി ഫൗണ്ട് ബൈ റിലേറ്റിംഗ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി? ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ സ്പീഡും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം സ്പീഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കണക്ട് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ നമുക്കറിയൂലേ? ഏതാണ് ഇക്വേഷൻ? v is equal to f lambda. ഓക്കെ, v എന്ന് പറയുന്നത് എന്താണ്? v എന്ന് പറയുന്നത് സ്പീഡാണ്, f എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പൊ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതാണ് 2ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സ്പീഡ് ഓഫ് ദ വേവ് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം? സ്പീഡ് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് നമുക്കറിയാടാ, സ്പീഡ് ഈസ് ഈക്വൽ ടു v ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലെ? സ്പീഡ് ഈസ് ഈക്വൽ ടു ദൂരം ഹരിക്കണം സമയം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ? നോക്കാം, വേവിലെ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 80. ക്ലിയർ ആണോ എന്നറിയില്ല. നോക്കുക, ഇവിടെ 80 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വേവിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 80 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 80 മീറ്റർ സഞ്ചരിക്കാൻ, അതായത് എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുക്കുന്നു. എയിൽ നിന്നും ഈ ബിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 1 സെക്കൻഡ് ആണ്. ദൂരം 80 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? v ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദൂരം ഹരിക്കണം സമയം എത്രയാണ്? 80 ഹരിക്കണം 1 ഈസ് ഈക്വൽ ടു സ്പീഡ് എത്ര കിട്ടും? 80. ഓക്കെ, 80 മീറ്റർ പെർ സെക്കൻഡ്. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാല്. ഇതാണ് നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഒരു ഇക്വേഷൻ. ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ അറിവില്ലേടാ? ഏതാണ് സ്പീഡിന്റെ വേറൊരു ഇക്വേഷൻ? v is equal to f lambda. നമ്മൾ ഓൾറെഡി 2ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയ ആൻസർ എഴുതിയ അതേ ആൻസർ, v is equal to f lambda. ഇങ്ങനെയും നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം ഇല്ലേ? ഇങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ലാംഡ, അതായത് വേവ് ലെങ്ത്തും വേണം, അതുപോലെ തന്നെ ഫ്രീക്വൻസിയും വേണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസി ഇസ് ദ നമ്പർ ഓഫ് വേവ്സ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് അല്ലെ? ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കിയ ഓസിലേഷൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. എയിൽ നിന്നും ബിയിലേക്ക് എടുത്ത ടൈം ആണ് 1 സെക്കൻഡ്. അപ്പൊ ആ 1 സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട്? നോക്കുക, 1 ഓസിലേഷൻ, 2 ഓസിലേഷൻ, 2 സൈക്കിളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? f is equal to 2 ഹെഡ്സ്. ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വേവ് ലെങ്ത്. വേവ് ലെങ്ത് എത്രയാണ് നോക്കടാ? ഒരു വേവിന്റെ ലെങ്ത്, അതായത് ഇതാ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം എത്രയാണ്? 40 മീറ്റർ. ഓക്കെ, അത് ഗ്രാഫിലുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. 40 മീറ്റർ. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത്തും നമുക്ക് കിട്ടി 40 മീറ്റർ. ഇനി എന്ത് ചെയ്താൽ മതി? എഫ് ഇൻറ്റു ലാംഡ. എഫ് ഇൻറ്റു ലാംഡ ചെയ്താൽ മതി. എഫ് ഇൻറ്റു ലാംഡ ചെയ്യുമ്പോൾ എഫ് ലാംഡ ഇസ് ഈക്വൽ ടു
2 × 40. ഓക്കെ, 2 × 40 എത്ര തന്നെ കിട്ടും? 2 × 40 എത്ര കിട്ടും? 80. ഓക്കെ, 2 × 40 = 80 m/s. നേരത്തെ നമ്മൾ ചെയ്ത ഈ ഒരു മെത്തേഡ് വഴിയും നമുക്ക് ചെയ്യാം, d/t യൂസ് ചെയ്തിട്ടും ചെയ്യാം, f ലാംഡ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഏതാണോ എളുപ്പം, മറ്റേതായിരുന്നു ആദ്യത്തെ ഒന്നും കൂടി എളുപ്പം, അതിലും ചെയ്യാം, ഇനി അല്ലെങ്കിൽ ഇതിലും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് 5ാമത്തെ ക്വസ്റ്റ്യൻ. വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ ദ എക്കോ ഡിസ്റ്റിങ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് സൗണ്ട്? ആദ്യം ഒരു ശബ്ദം നമ്മൾ കേട്ടതിന് ശേഷം അടുത്തൊരു ശബ്ദം അല്ലെങ്കിൽ എക്കോ ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി, അടുത്ത ശബ്ദം എന്ന് വെച്ചാൽ എക്കോ. ഓക്കെ, ഇവിടെ എക്കോ. അപ്പൊ ആദ്യത്തെ ഒരു ശബ്ദം കേട്ടതിന് ശേഷം തിരിച്ചു വരുന്ന ആ ഒരു എക്കോ ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി എത്ര സെക്കൻഡ് ടൈം വേണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എത്ര സെക്കൻഡ് സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു സൗണ്ട് ക്ലിയർ ആയിട്ട് വേർതിരിച്ച് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുക? എത്രയാണ് ആൻസർ? എടാ, ഇതിന്റെ ആൻസർ ആണ് എത്ര? 1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ് അല്ലെ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത എന്ന് പറയാ. എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത എന്ന് പറയാ? ഒരു ഹിയറിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാല് അടുത്തത് ക്ലിയർ ആയിട്ട് കേൾക്കണമെങ്കിൽ എത്ര സെക്കൻഡ് കഴിയണം? 0.1 സെക്കൻഡ് കഴിയണം. എന്തുകൊണ്ട്? ബിക്കോസ് ഒരു എക്സ്പീരിയൻസ്, ഒരു സൗണ്ട് ഹിയറിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാല് 1/10 സെക്കൻഡ് നേരത്തേക്ക്, അതായത് 0.1 സെക്കൻഡ് നേരത്തേക്ക് അത് അവിടെ തന്നെ നിലനിൽക്കും, പെർസിസ്റ്റ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയാ? പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് എന്ന് പറയാ, അല്ലെ? ആദ്യമായിട്ട് ഒരു സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു ശബ്ദം എത്ര സമയം? 0.1 സെക്കൻഡ് നേരത്തേക്ക് അവിടെ തന്നെ നിലനിൽക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് അടുത്തൊരു ശബ്ദം വന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ, വേർതിരിച്ച് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 സെക്കൻഡ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, ഈ ഒരു 0.1 സെക്കൻഡ് കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? v = d/t. സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ഹരിക്കണം സമയം. ഓക്കെ, v = d/t. ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദൂരമാണല്ലേ, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ d ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് d ന്റെ ഇക്വേഷൻ എഴുതാം. d = v × t. ഓക്കെ അല്ലേ? v = d/t ആയാലും നമുക്ക് t അങ്ങോട്ട് കൊണ്ടുപോയാല് d = v × t. ഓക്കെ, ശബ്ദത്തിന്റെ എയറിലുള്ള സ്പീഡ് നമുക്കറിയാം. എത്രയാടാ? v = 350 m/s. അറിയാലോ. ടൈമും നമുക്കിപ്പം കിട്ടി. എത്രയാണ്? 0.1 സെക്കൻഡ് അല്ലെങ്കിൽ 1/10 സെക്കൻഡ്. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 0.1 സെക്കൻഡ് അല്ലെങ്കിൽ 1/10 സെക്കൻഡ്. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d = v × t. എത്ര വരും? 350 × 1/10. ഓക്കെ, എത്രയാ? 35 മീറ്റർ. ഓക്കെ, ശബ്ദം സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാല് 35 മീറ്റർ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതാണ് നമ്മുടെ സൗണ്ടിന്റെ സോഴ്സ്. ഓക്കെ, ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്നും വിചാരിക്കുക. നമ്മളോട് ഇപ്പം ചോദിച്ച ചോദ്യം എന്താണ്? ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? നോക്കടാ, ശബ്ദം ദാ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇവിടെ കത്തിയിട്ട് വീണ്ടും തിരിച്ചും വരുന്നുണ്ട്. ഈ ദൂരമാണ് നമുക്കിപ്പം കിട്ടിയ 35 മീറ്റർ. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? 35 മീറ്റർ ആണ്. പക്ഷെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ദൂരമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 35/2 കാണണം. അതാണ് 17.5. ഓക്കെ, പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ശബ്ദം സഞ്ചരിച്ച ദൂരമാണ്. അതുകൊണ്ട് ശബ്ദം എന്താ അവിടം വരെ പോവുകയും ചെയ്യുന്നുണ്ട്, തിരിച്ചും വരുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ 35 മീറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. എ ട്യൂണിംഗ് ഫോർക്ക് ഓഫ് 258 Hz is excited and its stem is pressed on a table. 258 Hz ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, 258 Hz ഉള്ളതാ ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് എന്ത് ചെയ്യുന്നു?
ഇത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ദാ ഈ ഒരു ടേബിളിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന അതിന്റെ സ്റ്റെമ്പ് 258 ഹെഡ്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് ഈ ഒരു ടേബിളിൽ നമ്മൾ അതിന്റെ സ്റ്റെമ്മ് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡസ് ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഈ ഒരു സിറ്റുവേഷനിൽ ഈ ടേബിള് വൈബ്രേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. എന്ത് ചെയ്യും? ചെയ്യൂലേ? തീർച്ചയായും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓർമ്മയില്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, പ്രണോദിത കമ്പനം. ഓക്കെ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ മലയാളത്തില് പ്രണോദിത കമ്പനം എന്ന് പറയും. ഓക്കെ, പ്രണോദിത കമ്പനം. ഓക്കെ, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിനെ കൊണ്ട് മറ്റൊരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രണോദിത കമ്പനം എന്ന് പറയാ. ഇവിടെ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ കമ്പനം ചെയ്യിപ്പിച്ചു, എന്നിട്ട് നമ്മൾ അതൊരു ഡെസ്കിന് മുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ട്യൂണിംഗ് ഫോർക്കിന്റെ കൂടെ ആ ഡെസ്കും വൈബ്രേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാ. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, അത് തന്നെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ പ്രതിഭാസം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഒന്നാമത്തെ ചോദ്യം, ഈ അവസരത്തിൽ കമ്പനം ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. ഓക്കെ, എന്തായാലും കമ്പനം ചെയ്യും. ഡെസ്കും അതിന്റെ കൂട്ടത്തിൽ കമ്പനം ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം, ഈ പ്രതിഭാസം, ഈ ഫിനോമിന എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An object vibrate at a frequency of 25 Hz. അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിയുമ്പം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒന്നും കൂടി എടുത്തെഴുതുക. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് an object vibrate at a frequency of 25 Hz. അപ്പൊ എന്താണ് തന്നിട്ടുള്ളത്? ആവൃത്തിയാണ് തന്നിട്ടുള്ളത് അല്ലെ? ഒരു വസ്തു 25 Hz ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. അപ്പം ആവൃത്തി നമുക്ക് തന്നിട്ടുണ്ട് എഫ്. എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു 25 Hz. അത് ക്ലിയർ ആണ്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഹൗ മെനി വൈബ്രേഷൻ വിൽ ഇറ്റ് മേക്ക് ഇൻ 10 സെക്കൻഡ്. ഓക്കെ, 10 സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ടൈം തന്നിട്ടുണ്ട് അല്ലെ? എത്രയാണ് ടൈം? 10 സെക്കൻഡ്. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് എഫ് തന്നിട്ടുണ്ട് 25 Hz, ടി തന്നിട്ടുണ്ട് ടൈം 10 സെക്കൻഡ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി വൈബ്രേഷൻ. വൈബ്രേഷൻ എത്ര, ദോലനങ്ങളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഹൗ മെനി വൈബ്രേഷൻ, നമ്പർ ഓഫ് വൈബ്രേഷൻ, അതായത് എൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എഫ് ഉണ്ടെന്ന് മനസ്സിലായി, ടി ഉണ്ടെന്ന് മനസ്സിലായി, എൻ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായി. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഏത് ഇക്വേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്? എഫും ടിയും എന്നും കണക്ട് ചെയ്യുന്ന ഏത് ഇക്വേഷൻ ഉണ്ട്? ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ ടി അല്ലെ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ആവർത്തി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എത്രയാണോ ദോലനങ്ങൾ ഉണ്ടായത് അത് ഹരിക്കണം സമയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ്, എൻ ആണ്. ഈ ഇക്വേഷനിൽ നിന്നും എൻ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? എൻ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഓക്കെ അല്ലെ? അപ്പൊ നോക്കുക, എഫ് എന്ന് പറയുന്നത് 25 Hz സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടി എന്ന് പറയുന്നത് 10. അങ്ങനെയാണെങ്കിൽ എൻ എത്രയായിരിക്കും? 25 ഇൻറ്റു 10 250. ഓക്കെ, 250. ഓക്കെ, 250 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ അല്ലേ? നോക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ. The period of a vibrating tuning fork is 0.01 second. Okay, നമുക്ക് എന്താ തന്നിട്ടുള്ളത് എഴുതി വെക്കാം. പീരീഡ് തന്നിട്ടുണ്ട്. പീരീഡ് ടി is equal to 0.1 second. തന്നിരിക്കുന്ന സാധനങ്ങൾ ആദ്യം എഴുതി വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ പകുതി പണി കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത് നോക്കുക, അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടെത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, ടി is equal to 0.01 second എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ആണ്. ഹൗ മെനി വൈബ്രേഷൻ ഡസ് ഇറ്റ് മേക്ക്? എത്ര വൈബ്രേഷൻസ് ആ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കടാ, ഈ മൂന്നും കണക്ട് ചെയ്യുന്ന ഏത് ഇക്വേഷൻ നമുക്കറിയാം? ഈ മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ എൻ അല്ലെ?
നോക്കുക, എഫ് ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ ടി ആയിരുന്നു അല്ലെ. ഇതിന്റെ നേരെ തിരിച്ചാണ് ടൈം പീരീഡ് കാണാനുള്ളത് അല്ലെ. എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി, ടി ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇത് മാറിപ്പോവാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടി തന്നിട്ടുണ്ട് 0. ഓക്കെ, ടി തന്നിട്ടുണ്ട് 0. എത്രയാണ് ടി എന്ന് പറഞ്ഞാല്? അല്ല സോറി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൻ ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? എന്നിന്റെ ഇക്വേഷൻ എഴുതാം. n is equal to t divided by t അല്ലെ, ടൈം ഡിവൈഡഡ് ബൈ പീരിയഡ്. ഓക്കെ, ടൈം എത്രയാണ്? ടൈം is equal to ഓക്കെ, ടൈം എത്രയാണ്? ടൈം is equal to 4 സെക്കൻഡ്. ടൈം is equal to 4 സെക്കൻഡ്. നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. n is equal to t divided by t. Okay, so n is equal to 4 divided by 0.01. എങ്ങനെ ചെയ്യാം? 4 into 100 into 100. Okay, ചെയ്തൂടെ? n is equal to 400 divided by എത്ര വരും? 1. അപ്പൊ ആൻസർ എത്ര കിട്ടും? ആൻസർ is equal to 400. ഓക്കെ, നമ്പർ ഓഫ് വൈബ്രേഷൻ 400 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാല് t is equal to t divided by n ആണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ f is equal to n divided by t. ഓക്കെ, ഇത് മാറിപ്പോവാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. A child make a sound near a mountain and hear an echo 2.2 seconds later. If the speed of the sound in air is 330 meter per second, how far away is the mountain? Okay, എടാ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടി ഒരു മൗണ്ടൈനിന്റെ അടുത്ത് നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എക്കോ കേൾക്കുന്നുണ്ട്. ഓക്കെ, എക്കോ കേൾക്കുന്നത് എപ്പോഴാണ്? 2.2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എക്കോ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 2.2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് ഓഫ് ദ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ദ സൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 330 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 330 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ ഫാർ എവേ ഈസ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ കുട്ടിയിൽ നിന്നും എത്ര അകലത്തിലാണെന്ന് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു കുട്ടി ഒരു മൗണ്ടൈനിന്റെ അടുത്ത് നിന്ന് ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് 2.2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എക്കോ കേൾക്കുന്നത്. ഇനി സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് 330 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കുട്ടിയും ആ ഒരു മൗണ്ടൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യും? ഡി കണ്ടുപിടിക്കണം. നോക്കുക, ബി ഉണ്ട്, ഡി ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യും? നമുക്കറിയാം v is equal to ഓൾറെഡി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ d ഡിവൈഡഡ് ബൈ ടി അല്ലെ. സ്പീഡ് എന്ന് പറഞ്ഞാല് ദൂരം ഹരിക്കണം സമയം. v is equal to d ഡിവൈഡഡ് ബൈ ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് d ആണ്. ഓക്കെ, കണ്ടുപിടിക്കുന്നത് d. അപ്പൊ നോക്കടാ, ഇവിടെയാണ് കുട്ടി. ഇവിടെ കുട്ടിയുണ്ട്, ഇവിടെ എന്തുണ്ട്? മൗണ്ടൈൻ. ഓക്കെ, ഇവിടെ കുട്ടിയുണ്ട്, ഇവിടെ മൗണ്ടൈൻ ഉണ്ട്. ഈ d എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഈ d എന്ന് പറഞ്ഞാല് ആ പ്രകാശമല്ല, ശബ്ദം സഞ്ചരിച്ച ദൂരമാണ് എന്ത്? d എന്ന് പറഞ്ഞാല്. ഓക്കെ, ശബ്ദം സഞ്ചരിച്ച ദൂരമാണ് d എന്ന് പറഞ്ഞാൽ. നോക്ക്, ശബ്ദം അപ്പൊ എത്ര ദൂരം സഞ്ചരിക്കുന്നുണ്ട്? ഇവിടം തൊട്ട് ഇവിടം വരെ സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ടോ നേരെ തിരിച്ചും സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം കുട്ടിയിൽ നിന്നും മൗണ്ടൈനിലേക്ക് സഞ്ചരിക്കുന്നു, എന്നിട്ടോ മൗണ്ടൈനിൽ നിന്നും തിരിച്ച് കുട്ടീന്റെ അടുക്കിലേക്ക് ശബ്ദം സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്രയാ കിട്ടുന്നത്? കുട്ടിയിൽ നിന്നും മൗണ്ടൈനിലേക്കുള്ള ദൂരം നമ്മൾ d ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കിട്ടുന്നത് എത്രയായിരിക്കും? 2d ആയിരിക്കും. ഓക്കെ, സംശയം ഉണ്ടാ? നമ്മളിവിടെ d കണ്ടുപിടിക്കുന്നത് എത്രയാണ്? ശബ്ദം സഞ്ചരിച്ച ദൂരമാണ്. നമുക്ക് വേണ്ടത് എന്താണ്? കുട്ടിയും മൗണ്ടൈനും തമ്മിലുള്ള ദൂരമാണ്. ഓക്കെ, അപ്പൊ അത് ശബ്ദം സഞ്ചരിച്ച ദൂരത്തിന്റെ നേരെ പകുതി ആയിരിക്കൂലേ? ആദ്യം നമുക്ക് d കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന്റെ പകുതി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. d is equal to v into t. E is equal to v into t. Okay, അപ്പൊ എന്ത് വരും? d is equal to 330 into
2 ഇവിടെ ചെയ്യാം. ഓക്കെ, d is equal to b into t. അത് എത്ര വരും? 330 into 2.2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 726 726 ആണ് കിട്ടുക. നോക്കടാ, ഈ 726 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇത് സോഴ്സ്, ഇത് മൗണ്ടെയിൻ. ഓക്കെ, ഇത് മൗണ്ടെയിൻ ആണ്, ഇതാണ് ആ കുട്ടി എന്ന് പറഞ്ഞാല്. എടാ, ശബ്ദം സഞ്ചരിച്ച ദൂരമാണ് ഈ ഒരു 726 മീറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് നോക്ക, ഈ ശബ്ദം മൗണ്ടെയിന്റെ അടുത്തേക്ക് പോകുന്നു, വീണ്ടും തിരിച്ച് കുട്ടീന്റെ അടുത്തേക്ക് വരുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് എത്ര കിട്ടിയത്? 726 എന്ന് കിട്ടിയത്. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? ഈ കുട്ടിയും ഈ ഒരു മൗണ്ടെയിനും തമ്മിലുള്ള ദൂരമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് എത്രയായിരിക്കും? ദാ ഈ 726ന്റെ പകുതി. അവിടം വരെ പോയാൽ മാത്രം പോരെ? തിരിച്ചു വരുന്ന ദൂരം വേണോ? വേണ്ട. അപ്പം d/2 ആണ് ഈ കുട്ടിയും ഈ മൗണ്ടെയിനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 726 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് 363 മീറ്റർ കിട്ടും. ഓക്കെ, 363 മീറ്റർ. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. ശബ്ദം സഞ്ചരിച്ച ദൂരമാണെങ്കിൽ നമ്മളിതാ ഈ കുട്ടി മൗണ്ടെയിനിന്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ദൂരവും തിരിച്ചു വരുന്ന ദൂരവും വേണം. പക്ഷെ ആ കുട്ടിയും മൗണ്ടെയിനും തമ്മിലുള്ള ദൂരമാണെങ്കിലോ അതിന്റെ നേരെ പകുതി, ഒരു വശത്തേക്കുള്ള ദൂരം മാത്രം മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കടാ, an echo is heard from a wall 6 seconds after a sound is made. If the wall is 720 meter away, what is the speed of the sound? Okay, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓക്കെ, t നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? 6 സെക്കൻഡ്. 6 സെക്കൻഡിന് ശേഷമാണ് ഒരു ശബ്ദം പുറപ്പെടുത്തതിന് ശേഷം എക്കോ കേൾക്കുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ t നമുക്കറിയാം എത്രയാണ്? 6 സെക്കൻഡ് ആണെന്ന് അറിയാം. ഇനി ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 720 മീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 720 മീറ്റർ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താടാ? ആ കുട്ടിയും എക്കോ കേൾക്കുന്ന വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഏത്? 720 മീറ്റർ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to d/t. ഇത് ഏത് d ആണ്? ശബ്ദം സഞ്ചരിച്ച ദൂരമാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ നോക്കുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ശബ്ദം പോയി തിരിച്ചു വരുന്ന ദൂരം എടുക്കണം. ഒരു ദൂരം അങ്ങോട്ടേക്കുള്ള ദൂരം മാത്രമേ തന്നിട്ടുള്ളൂ, 720. അപ്പൊ തിരിച്ചു വരികയും കൂടി ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും? ശബ്ദം സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 720 into 2. അതായത് നമ്മൾ 2d കാണണം. ഓക്കെ, എത്രയാണ് 2d? 1440 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1408. ഓക്കെ, b is equal to d/t. നമുക്ക് കാണേണ്ടത് എന്താണ്? സ്പീഡ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, v ആണ്, ഈ v ആണ് നമുക്ക് കാണേണ്ടത്. സോ 1440 ഡിവൈഡഡ് ബൈ എത്ര വരും? ഡിവൈഡഡ് ബൈ 6 സെക്കൻഡ്. ഓക്കെ, 240 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ എടുക്കുമ്പോൾ v is equal to 2d ഡിവൈഡഡ് ബൈ t എന്ന് ചെയ്താൽ മതി. ഓക്കെ, എക്കോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സോഴ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി v is equal to 2d ഡിവൈഡഡ് ബൈ t ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. The speed of the wave is 250 meter per second. Find the wavelength if it makes 100 vibration in 4 seconds. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടും ഏത് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. എന്തൊക്കെയാ ഇവിടെ തന്നിട്ടുള്ളത്? സ്പീഡ് ഓഫ് ദ വേവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ? v തന്നിട്ടുണ്ട്. v is equal to 250 meter per second. ഓക്കെ, v നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് നമുക്ക് തന്നിട്ടുണ്ട്? ടൈം നമുക്ക് തന്നിട്ടുണ്ട്. t is equal to 4 സെക്കൻഡ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് വൈബ്രേഷൻ തന്നിട്ടുണ്ട് അല്ലെ? എത്ര വൈബ്രേഷൻ ഉണ്ടാക്കുന്നെന്നാ പറഞ്ഞേ? n is equal to 100 vibration. ഓക്കെ, നമുക്ക് സ്പീഡ് ഓഫ് ദ വേവ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സമയം തന്നിട്ടുണ്ട് 4 സെക്കൻഡ് ആണെന്നുള്ളത്. ഇനി കമ്പനങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്, വൈബ്രേഷനും നമ്പറും തന്നിട്ടുണ്ട്. എത്രയാണ്? 100 വൈബ്രേഷൻ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കുക.
ലാംഡ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഓക്കെ, ഇതല്ലേ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? വിയും അറിയണം, അതുപോലെ തന്നെ എഫും അറിയണം അല്ലെ. വിയും എഫും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതെ, പക്ഷെ എഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ എന്തിരിക്കണം? തന്നിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് എഫ് കണ്ടുപിടിക്കണം അല്ലെ. എഫ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എഫ് ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ ടി, നമ്പർ ഓഫ് വൈബ്രേഷൻ ഡിവൈഡഡ് ബൈ സമയം, ടൈം. ഓക്കെ, 100 അത് എത്ര വരും? 100 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 25 ഹെഡ്സ്. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 25 ഹെഡ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതാ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. അപ്പൊ ലാംഡ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലാംഡ ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ എഫ്. ഓക്കെ, വി ഡിവൈഡഡ് ബൈ എഫ്. വി എത്രയാണെന്ന് നമുക്കറിയാം, 250. എഫ് നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 25. 250 ഡിവൈഡ് ബൈ 25 എത്രയാണ്? 250 ഡിവൈഡ് ബൈ 25 ഇസ് ഈക്വൽ ടു 10 മീറ്റർ. ഒരു ആൻസർ എഴുതുമ്പോ എപ്പോഴും യൂണിറ്റ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ലാംഡ വേവ് ലെങ്ത് എത്രയാണെന്ന് കിട്ടി? 10 മീറ്റർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കടാ. Okay, 13th question. A tuning fork of frequency is 256 Hz is excited and its stem is placed on the table. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. നോക്കാം, 256 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്തു? അത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു, എക്സൈറ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ സ്റ്റെം ഒരു ടേബിളിൽ പ്ലേസ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി the table vibrated and produced the sound. അല്ലെ, എക്സൈറ്റ് ചെയ്ത ഒരു ട്യൂണിംഗ് ഫോർക്ക് ടേബിളിൽ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ ട്യൂണിംഗ് ഫോർക്കിന്റെ കൂടെ ആ ടേബിളും വൈബ്രേറ്റ് ചെയ്യും ഇല്ലേ? അത് നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ടാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം അല്ലെ, പ്രണോദിത കമ്പനം കാരണം. ഓക്കെ, when a tuning fork of frequency 288 Hz is excited and its stem is placed on the same table, the table gives a sound of maximum loudness. ഇനി ആദ്യം നമ്മൾ വെച്ചത് 256 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ആണ് അല്ലെ. രണ്ടാമത് നമ്മൾ 288 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് അതുപോലെ തന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു സെയിം ടേബിളിൽ വെക്കുന്നു. ആ സമയത്ത് എന്തുണ്ടായി? ആ ടേബിള് മാക്സിമം ആയതില് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ടേബിൾ ഇൻ ദ ഫസ്റ്റ് കേസ്? ഗീവ് ദ റീസൺ. ഒന്നാമത്തെ കേസിൽ എന്താണ്? ഒന്നാമത്തെ കേസ് 256 ഹെഡ്സ് ഫ്രീക്വൻസിയിൽ നമ്മൾ ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ആ ട്യൂണിംഗ് ഫോർക്ക് ടേബിളിൽ വെക്കുന്ന സമയത്ത് ടേബിൾ വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസി എത്രയായിരിക്കും? എത്രയായിരിക്കും? ടേബിൾ വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും ഏത് ആൻസറും 256 ഹെഡ്സ് തന്നെയായിരിക്കും. ഓക്കെ, ടേബിൾ വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും എന്ത് തന്നെയായിരിക്കും? 256 ഹെഡ്സ് തന്നെയായിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? വൈ ഡു യു തിങ്ക് സോ? ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ഒരു ടേബിളിന്റെ സ്വാഭാവിക ആവൃത്തി നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു? എടാ, ആ ഒരു ടേബിളിന്റെ സ്വാഭാവിക ആവൃത്തി 288 ഹെഡ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? നോക്കുക, 288 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് എടുത്തിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെക്കുന്ന സമയത്ത് ആ ടേബിള് മാക്സിമം ആംപ്ലിറ്റ്യൂഡില് മാക്സിമം ആയതിൽ പരമാവധി ആയതിൽ വൈബ്രേറ്റ് ചെയ്തു എന്നാ പറയുന്നത് അല്ലെ. പരമാവധി ആയതിൽ വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? അനുനാദം, റെസൊനൻസ് ഉണ്ടാകണം അല്ലെ. രണ്ട് ഒബ്ജക്ട് റെസൊനൻസിലായിരിക്കുമ്പോ അതിന്റെ ആയതി ആംപ്ലിറ്റ്യൂഡ് എത്രയായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിലും എന്ത് നടന്നു? റെസൊനൻസ് നടന്നു. ഓക്കെ, എപ്പോഴാണ് റെസൊനൻസ് ഉണ്ടാവുക? എപ്പോഴാണ് റെസൊനൻസ് ഉണ്ടാവുക?
പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെയും അതിന് പ്രേരണ ചെലുത്തുന്ന വസ്തുവിന്റെയും സ്വാഭാവിക ആവൃത്തി തുല്യമാകുമ്പോഴാണ് എന്തുണ്ടാകുക? റെസൊണൻസ് ഉണ്ടാകുക അല്ലെ? ഇവിടെ ഫോഴ്സ് ചെയ്തതെന്ന് പറയുന്നത് എന്താണ്? ട്യൂണിംഗ് ഫോർക്കാണ്. ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തി ഫ്രീക്വൻസി എന്ന് പറയുന്നത് 288 ഹെഡ്സ് ആണ്. ഇതും ഇനി ടേബിളിന്റെതും 288 ഹെഡ്സും അത് രണ്ടും ഈക്വൽ ആവുമ്പോ ഒരുപോലെ ആകുമ്പോഴാണ് എന്തുണ്ടാവുക? അവിടെ റെസൊണൻസ് നടക്കുക. ഓക്കെ, രണ്ടും ഒരുപോലെ ആകുമ്പോഴാണ് അവിടെ റെസൊണൻസ് നടക്കുക. അപ്പൊ ഇവിടെ ടേബിളിന്റെ ഫ്രീക്വൻസിയും 288 തന്നെയായി, അതുപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയും 288 തന്നെയായി. അപ്പൊ അവിടെ എന്തുണ്ടായി? റെസൊണൻസ് ഉണ്ടായി. റെസൊണൻസ് ഉണ്ടായത് കൊണ്ടാണ് ടേബിള് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ നിഗമനത്തിൽ എത്തിയതെന്ന് ചോദിച്ചാൽ, ബിക്കോസ് അത് എന്ത് ചെയ്തു? അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെ ആവണമെങ്കിൽ എന്തുണ്ടാകണം? റെസൊണൻസ് ഉണ്ടാകണം. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. ഒന്നിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം 288 ആണ് ട്യൂണിംഗ് ഫോർക്കിന്റെ, ടേബിളിന്റെയും അപ്പൊ എന്തായിരിക്കും? 288 തന്നെ ആയിരിക്കും. അതുകൊണ്ടല്ലേ അവിടെ റെസൊണൻസ് ഉണ്ടായത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ദ സൗണ്ട് ഹേർഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ സെക്കൻഡ് കേസ്? സെയിം ആൻസർ ആണ് റെസൊണൻസ്. റെസൊണൻസിലായതുകൊണ്ടാണ് അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് ദ അഡ്ജസന്റ് റെയർഫാക്ഷൻ ഓഫ് എ സൗണ്ട് വേവ് ഈസ് 18 centimeter. This wave takes 2 seconds to travel a distance of 1600 meters. Okay, അപ്പൊ ആദ്യം നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് നോക്കാം അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് എ അഡ്ജസന്റ് റെയർഫാക്ഷൻ. ഓക്കെ, എടാ നമുക്കറിയാം ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, കംപ്രഷനും റെയർഫാക്ഷനും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും അല്ലെ? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കുമോ? ഇല്ല. അവിടെ എന്താണ് ഫോം ചെയ്യുക? ക്രസ്റ്റും ട്രഫും, ശൃംഗങ്ങളും ഗർത്തങ്ങളും അല്ലെ. ഇവിടെ കംപ്രഷനും റെയർഫാക്ഷനും ഉച്ചമർദ്ദ മേഖലയും നീച്ചമർദ്ദ മേഖലയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വേവ് എന്തായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കടാ, ഒരു ഉച്ചമർദ്ദ മേഖലയും ഒരു നീച്ചമർദ്ദ മേഖലയും നമുക്ക് വരക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വേവ് എന്ന് വിചാരിക്കാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താടാ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് കംപ്രഷൻ ഓർ അഡ്ജസന്റ് റെയർഫാക്ഷൻ, അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് നീച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം അല്ലെ. ലാംഡ വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഇവിടെ നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുക. എടാ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് എന്ത്? ലാംഡ വേവ് ലെങ്ത് അല്ലെ. അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മേഖലകളോ രണ്ട് കംപ്രഷൻ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് റെയർഫാക്ഷൻ തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാ അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് വേവ് ലെങ്ത്. പക്ഷെ നമ്മളോട് തന്നിട്ടുള്ളത് ഏതാണ്ടാ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ കംപ്രഷൻ ആൻഡ് അഡ്ജസന്റ് റെയർഫാക്ഷൻ, അടുത്തടുത്തുള്ള ഒരു കംപ്രഷനും ഒരു റെയർഫാക്ഷനും തമ്മിലുള്ള ദൂരമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം. അപ്പൊ അതെന്തായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്? λ/2 ആയിരിക്കൂലേ? വേവ് ലെങ്തിന്റെ പകുതി ആയിരിക്കൂലേ? നോക്കടാ, വേവ് ലെങ്ത് ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വേണം. പക്ഷെ തന്നിട്ടുള്ളത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് എത്രയായിരിക്കും? വേവ് ലെങ്തിന്റെ പകുതി. നോക്ക്, ഇവിടം വരെയുള്ള ദൂരം വേവ് ലെങ്തിന്റെ പകുതി. അപ്പൊ λ2 നമുക്ക് തന്നിട്ടുണ്ട്. λ/2 നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതി വെക്കാം. λ/2 is equal to 18 centimeter. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ടൈം നമുക്ക് തന്നിട്ടുണ്ട് 2 seconds. T is equal to 2 seconds. ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1600 മീറ്റർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ കണ്ടുപിടിക്കാം. λ/2 18 ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എത്രയായിരിക്കും? 18ന്റെ ഡബിൾ അല്ലേ? 18 × 2 36. ഡൗട്ട് ഉണ്ടാ? പക്ഷെ നോക്കുക, 36 സെന്റിമീറ്റർ ആണ്. എന്താണ് വേവ് ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? മീറ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ 36 സെന്റിമീറ്റർ നമ്മൾ എന്താക്കണം? മീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? 36 ഡിവൈഡഡ് ബൈ 100 is equal to 0.36 മീറ്റർ. ഓക്കെ,
0.36 മീറ്റർ ആണ് നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. നമുക്കറിയാം എങ്ങനെയാ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? V is equal to F into lambda. V is equal to F into lambda ആണ് നമ്മുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം നമുക്ക് ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണം? വിയും അറിയണം, ലാംഡയും അറിയണം. ലാംഡ നമുക്ക് അറിയാം അല്ലെ, പക്ഷെ വി നമുക്ക് അറിയൂല. അപ്പൊ എന്ത് ചെയ്യണം? വി കണ്ടുപിടിക്കണം. പകരം നമുക്ക് അറിയാവുന്ന എന്തൊക്കെയുണ്ട്? ഡിസ്റ്റൻസ് ഡി ഉണ്ട്, 1600 ടൈം ടിയും ഉണ്ട്. ഓക്കെ, ടൈം ടിയും ഉണ്ട്, 2 എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ സ്പീഡ് കണ്ടുപിടിക്കുക? വി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഇസ് ഈക്വൽ ടു, ഓക്കെ, 1600 ഹരിക്കണം 2 എത്ര കിട്ടും? 800 ഇസ് ഈക്വൽ ടു 800 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സ്പീഡ് നമുക്ക് കിട്ടി 800 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. നമുക്ക് ഇതിനകത്ത് എഫ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 ആണ്. ഓക്കെ, ലാംഡ എത്രയാണ്? 0.36 ആണ്. 0.36 ആണ്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാം. 800 ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 100 ചെയ്യാം, അടിയിലും ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 36. ഓക്കെ, ഇത് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാല് 2222.222 കിട്ടും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. സം സ്റ്റേറ്റ്മെന്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആർ ഗിവൺ. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനോട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അനുദൈർഘ്യ തരംഗത്തെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ നോക്കാം. കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ് ആർ ഫോംഡ് അൾട്ടർനേറ്റീവ്ലി. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നു. ശരിയാണോ? ശരിയാണ്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാകുന്നത് ഏത് വേവിലാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലല്ലേ? അനുദൈർഘ്യ തരംഗത്തിലല്ലേ? അതെ. അനുപ്രസ്ഥ തരംഗത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ക്രസ്റ്റും ട്രഫും, ശൃംഗങ്ങളും ഗർത്തങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. രണ്ടാമത്തെ ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. അത് അനുദൈർഘ്യ തരംഗത്തിന്റെ ആണോ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ആണോ? അല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഓക്കെ, മൂന്നാമത്തെ നോക്കുക. ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഓക്കെ, കറക്റ്റ് ആണോ തെറ്റാണോ? കറക്റ്റ് അല്ലേ? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? എങ്ങോട്ടേക്കാണോ പ്രേഷണ ദിശ അതിന് പാരലൽ ആയിട്ടല്ലേ, സമാന്തരമായിട്ടല്ലേ പോവുക. അപ്പോ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക. തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അത് ശരിയാണോ? ഇല്ല, അത് തെറ്റാണ്. അത് ഏതിനെ റിലേറ്റ് ചെയ്താണ്? ട്രാൻസ്വേഴ്സ് വേവിനെ റിലേറ്റ് ചെയ്താണ് അല്ലെ? അനുപ്രസ്ഥ തരംഗത്തിന് റിലേറ്റ് ചെയ്തതാണ്. അതിലാണ് പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക. പക്ഷെ ലോഞ്ചിറ്റ്യൂഡിനൽ കേസിൽ എങ്ങനെയായിരിക്കും? പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുക. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ 15 ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സാമിനൊക്കെ അത്യാവശ്യം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പാടുള്ളൂ. മാക്സിമം നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എവിടെയാണോ ബുദ്ധിമുട്ട് വരുന്നത് അപ്പൊ മാത്രം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ.